വെൽക്കം ടു മിഷണറി വേൾഡ്. നമസ്കാരം. മിഷണറി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ഈ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്ന് പരിചയപ്പെടുത്താൻ കഴിയും. ഞങ്ങൾ അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയത്ത് നിന്നാണ് വരുന്നത്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ സ്റ്റുഡൻസിന്റെ കുറച്ച് ഇന്നോവേഷൻസ് ആയിട്ടാണ് വരുന്നത്. അതിനകത്തൊരു 8-9 പ്രൊഡക്ട്സ് ഉണ്ട് ഞങ്ങൾ സ്റ്റുഡൻസിന്റെ ഇന്നോവേഷൻസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തേതാണ് മറ്റേ കൊക്കോ സെപ്പറേറ്റർ, മറ്റേ തേങ്ങ പൊതിക്കാനുള്ളത്. അപ്പൊ ഇത് ടേബിൾ ടോപ്പ് ആയിട്ട് തേങ്ങ പൊതിക്കാൻ പറ്റുന്നതാണ്. അപ്പം മറ്റേത് വെച്ച് എന്താ പറഞ്ഞാൽ തേങ്ങ തെന്നി പോകാനും കയ്യിൽ നിന്നൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ടേബിൾ ടോപ്പ് ആയിട്ട് തേങ്ങ ഇതിൽ വെക്കുക, ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഫോഴ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് മറ്റേ പാലിനെ ഉപേക്ഷിച്ച് നമുക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഭയങ്കര കുറവായിരിക്കും. അടുത്തായിട്ട് ഇത് അടയ്ക്ക പൊതിക്കാനുള്ള ഇത് ജസ്റ്റ് ഒരു എക്യുപ്മെന്റ് ആണ്. നമ്മുടെ തേങ്ങ പൊതിക്കുന്ന ആ സാധനത്തിന്റെ സെയിം മെക്കാനിസം ആണ്. ജസ്റ്റ് അടയ്ക്ക വെക്കുക, ഓപ്പൺ ചെയ്യുക. അതിനകത്ത് തേങ്ങ വെച്ച് കഴിഞ്ഞ് ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷെല്ല് ഓപ്പൺ ചെയ്യുക. അടുത്തായിട്ട് വരുന്നത് ഇത് മാർക്കറ്റിലേക്ക് ഇപ്പൊ ഇറക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് മറ്റേ ഷർട്ടൊക്കെ അയൺ ചെയ്യുമ്പോൾ ഷർട്ട് നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ട് ഷർട്ട് ഉണക്കുമല്ലായിരുന്നു. ഇതിപ്പോ ജസ്റ്റ് അയൺ ചെയ്യുമ്പോൾ ജസ്റ്റ് 2 സ്പ്രേ ചെയ്യുക, അയൺ ചെയ്യുക. അപ്പൊ നല്ല ഷർട്ട് നല്ല സ്റ്റിഫ് ആയിട്ട് തന്നെ ഇരിക്കും. അതായത് നമ്മുടെ വാഷിംഗ് ടൈമിൽ ഈ സ്റ്റിഫ്നർ ചേർക്കുന്നില്ല. ജസ്റ്റ് അയൺ ചെയ്യുമ്പോൾ 2 സ്പ്രേ ചെയ്യുക. അപ്പം എന്നിട്ട് അതിന്റെ അപ്പം തന്നെ അയൺ ചെയ്ത് പോയാൽ മതി. ഷർട്ട് നല്ല സ്റ്റിഫ് ആയിട്ട് ഇരുന്നുള്ളൂ. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മറ്റേ കൊക്കോ സെപ്പറേറ്റർ ആണ്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊക്കോ സെപ്പറേറ്റ് ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് കൊക്കോ എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരു പ്രസ്സിങ് മാത്രം. അപ്പൊ സീഡ് നമുക്ക് ഇതിനകത്തോട്ട് പോകും. ഷെല്ലിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സീഡ് നമുക്ക് അടിയിൽ കളക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ഈസി മെക്കാനിസം ആണ്. നമ്മളൊക്കെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കത്തി വെച്ചല്ലേ കൊക്കോക്കൊക്കെ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ജസ്റ്റ് വെച്ച് കൊടുക്കുക, പ്രസ് ചെയ്യുക. അപ്പം സീഡ് നമുക്ക് താഴെ പോകും, ഷെല്ല് നമുക്ക് ഇവിടെ തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. അടുത്ത മെക്കാനിസം എന്ന് പറയുന്നത് പെപ്പർ സെപ്പറേറ്റർ ആണ്. ജസ്റ്റ് കുരുമുളക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കുരുമുളക് തണ്ടോട് കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കുരുമുളക് മറ്റേ സീഡായിട്ട് ഇവിടെ കിട്ടും. ബാക്കി വേസ്റ്റുകൾ ബാക്കിലേക്ക് തന്നെ പൊക്കോളും. ഹൗസ് ഹോൾഡിനൊക്കെ ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ ലോഡ് ക്യാരി ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഹെഡിൽ ലോഡ് ക്യാരി ചെയ്യാം. അപ്പൊ ഹെഡിൽ ലോഡ് ക്യാരി ചെയ്യുമ്പോൾ പക്ഷെ വെയിറ്റ് നമുക്ക് ഷോൾഡറിൽ കിട്ടുള്ളൂ. ജസ്റ്റ് ഇത് കൊടുക്കുക. അപ്പം ഇവിടെ നമുക്ക് ലോഡ് ക്യാരി ചെയ്യാം, പക്ഷെ നമുക്ക് വെയിറ്റ് കിട്ടുന്നത് എപ്പോഴും ഷോൾഡറിൽ തന്നെ ആയിരിക്കും. അത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് പൈനാപ്പിളിന്റെ ലീഫ് നമുക്ക് ടൈറ്റ്ലി പാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളിപ്പം അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ പൈനാപ്പിളിന്റെ ലീഫ് നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര പാക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടാണ്. അപ്പം ജസ്റ്റ് ലീഫ് എല്ലാവരും വെച്ച് കൊടുക്കുക, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഇത് ഓൾറെഡി അങ്ങോട്ടേക്ക് പോയിട്ട് ഇത് ജസ്റ്റ് നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. നമുക്ക് കൂടുതൽ ലീഫ് ലോഡ് ചെയ്യാൻ പറ്റും. അടുത്തത് പറഞ്ഞ മറ്റേ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇത് ഓൾറെഡി ഇപ്പൊ മാർക്കറ്റിലുണ്ട്. ഇതിപ്പോ 3 പോട്ടാണ്. 3 പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള പോട്ടുകളാണ്. അപ്പൊ ഇതിനകത്ത് ഓരോ പോട്ട് നിറയുന്നതനുസരിച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തോണ്ടിരിക്കാം. ഇതെല്ലാം പോർട്ടബിൾ ആണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഫുഡ് വേസ്റ്റുകൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇതിന്റെ കൂടെ ജസ്റ്റ് നമ്മളൊരു ബാക്ടീരിയ ആയിട്ടൊരു സാധനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് ഇത് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് അടിയിലേക്ക് തന്നെ മാറ്റാം. ഇത് 3 പോർട്ടബിൾ ആണ്. അപ്പൊ നമുക്കൊരു 1 മാസം പീരീഡ് ആണ് പറയുന്നത്. 1 മാസം പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ഇത് വളമായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതിനിപ്പോ ഒരു മാർക്കറ്റിൽ ഒരു 3,800 റുപ്പീസിനൊക്കെയാണ് മാർക്കറ്റിൽ പോകുന്നത്. പിന്നെ ചില പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇത് സബ്സിഡി ആയിട്ട് 300-400 റുപ്പീസ് നമുക്ക് ഇത് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇതിപ്പോ ഓൾറെഡി ഒരു മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഇത് നമുക്ക് മറ്റേ ഫാമുകളിലൊക്കെ വലിയ ഫ്ലവർ പോട്ടുകൾ ചേഞ്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. ട്രാൻസ്പോർട്ടും ഭയങ്കര വെയിറ്റ് ആണ്. ഇപ്പൊ 2, 3, 4 ആൾക്കാരൊക്കെ വേണം അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഫ്ലവർ പോട്ട് ജസ്റ്റ് അത് എടുത്ത് വെക്കുക, അത് ലിഫ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ജസ്റ്റ് റിലീസ് ചെയ്യുക, അപ്പൊ ഡൗൺ ആവും, എന്നിട്ട് പിന്നെ ഇറക്കി വെക്കുക. അപ്പൊ നമുക്ക് ഈസിലി ട്രാൻസ്പോർട്ടിങ് ആയിരിക്കും. വലിയ ഫ്ലവർ പോട്ടുകൾ ഇപ്പം വലിയ ഫാമുകളിലും വലിയ കോളേജ് ഓഫീസുകളിലൊക്കെ വലിയ ഫ്ലവർ പോട്ടുകൾ നമ്മൾ കൊണ്ടുവെക്കില്ലേ. അപ്പൊ അത് ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ കണ്ട എക്യുപ്മെന്റ്സ് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കമേഴ്ഷ്യലായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് കൊമേഴ്ഷ്യലി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് 2-3 പ്രൊഡക്റ്റുകൾ ഓൾറെഡി പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഒരു 1,200 റുപ്പീസിന് ഈ തേങ്ങ പൊതിക്കുന്ന മെഷീൻ ഓൾറെഡി നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്ന. ഇപ്പൊ അത് ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുന്ന. ഇത് ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഇപ്പം അടയ്ക്ക പൊതിക്കുന്നത് ജസ്റ്റ് 200 റുപ്പീസ് നമ്മൾ ഇപ്പോഴും മാർക്കറ്റിൽ ഇത് വിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞ 3,800 റുപ്പീസ് ആണ് ഓൾറെഡി മാർക്കറ്റ് പ്രൈസ്. ചില പഞ്ചായത്തിൽ നമുക്ക് സബ്സിഡി ആയിട്ട് 300-400 റുപ്പീസ്. ഇപ്പോൾ ഇത് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ഇത് കമേഴ്ഷ്യൽ ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ? ഉണ്ട്, ഷുവർ ആയിട്ടും. ഇവിടെ അതിപ്പം
ഇതിപ്പോ നമ്മുടെ കോളേജ് പറഞ്ഞ TB എന്ന് പറഞ്ഞൊരു ഒരു ഓഫീസാണ്. അപ്പൊ അതിന് നമ്മൾ കുറെ കമ്പനീസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ അകത്തുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. ഇതിന്റെ എക്സ്ട്രാ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. GB എന്ന് പറയുന്നൊരു ഇതാണ് ഇവരുടെ മെയിൻ പ്രൊഡക്റ്റ്. അപ്പൊ ഇതിനകത്ത് കോൺടാക്ട് ലിസ്റ്റ് ഉണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് സബ്സിഡികളുടെ ഏതൊക്കെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെയാണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത്. അപ്പൊ അതാവുമ്പോൾ നമുക്ക് കൂടുതൽ ലെസ് കോസ്റ്റില് നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കൃഷി വകുപ്പിന്റെ സബ്സിഡിയാണോ കൊടുക്കുന്നത്? ആ പഞ്ചായത്തിന്റെ വഴിയുള്ള അതിന്റെ കൃഷിഭവന്റെ തന്നെ. ഇതിപ്പോ മാർക്കറ്റിൽ 3800 റുപ്പീസ് ആവുമല്ലോ. അപ്പൊ പഞ്ചായത്ത് വഴിയാണെങ്കിൽ നമുക്ക് ഒരു 300-400 റുപ്പീസിന് നമുക്ക് വീടുകളിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ പ്രൈസ് ആരാ ഫിക്സ് ചെയ്യുന്നത്? അത് നമ്മൾ തന്നെ സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റും ബാക്കി എല്ലാം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതിന്റെ ടെക്നോളജി പ്രൊവൈഡർ അല്ലെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് ആരാ തരുന്നത്? അത് കോളേജ് തന്നെയാണ്. കോളേജിൽ നമുക്ക് TBL സാർമാരുണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പല പ്രൊഫസേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് ഇഷ്ടംപോലെ സ്റ്റുഡൻസിന്റെ ഓരോരോ ഐഡിയാസ് ഒക്കെയാണ് ഇപ്പൊ ഇങ്ങനെ പ്രൊഡക്റ്റുകളായിട്ട് വന്നിരിക്കുന്നത്. എന്താ ഇപ്പം റണ്ണിങ്ങിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്? റണ്ണിങ്ങിൽ ഇപ്പം റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പം എന്തെങ്കിലും ഒരു മെഷീൻ ഈ കാണുന്നതിൽ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ടെക്നോളജി അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഇപ്പം നിങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ ഡെവലപ്പ് ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ ഈ സാധനങ്ങൾ കൊമേഴ്സ്യലായിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടിക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ടെക്നോളജി എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. നമ്മൾ ജസ്റ്റ് ഇത് അതായത് ഇപ്പോൾ ഈ ലാബിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജികളാണ് പിന്നെ വലിയ വിപ്ലവകരമായ ഇൻഡസ്ട്രി ആയിട്ട് ടേൺ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിന്റെ ടെക്നോളജിക്കൽ നോഹവ് എല്ലാം കൂടി പുറത്ത് ഏതെങ്കിലും പാർട്ടിക്കൊക്കെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ നമ്മുടെ കോളേജ് തന്നെ സ്റ്റുഡൻസ് തന്നെ അവർ തന്നെ ഓൺ കമ്പനി തന്നെ തുടങ്ങുക. കമ്പനി പേര് തന്നെ. ഇപ്പൊ ഇത് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ GB എന്ന് പറയുന്ന തന്നെ കമ്പനി അവർ തന്നെ തുടങ്ങിയേക്കുക. അപ്പൊ അവരുടെ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് അവർ കൊമേഴ്ഷ്യലി അവരുടെ ബ്രാൻഡിലാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതിക്കും വേറെ കമ്പനീസ് ആരും സെയിൽ ചെയ്യുന്നില്ല. അപ്പൊ ഈ R&D ചെയ്യുന്നതെല്ലാം നമ്മുടെ അമർജ്യോതി കോളേജിന്റെ പ്രൊഫസേഴ്സ് ആണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം പ്രൊഫസേഴ്സ് ആണ്, സാർമാരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് ഈ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു? ഇതിപ്പോ TB സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിപ്പോ ജസ്റ്റ് സെക്കൻഡ് ഇയർ ആയിട്ടേ ഉള്ളൂ. എനിക്ക് കറക്റ്റ് അതിന്റെ ഇയർ അറിയില്ല. പക്ഷെ ഒരു 10 to 12 വർഷമായിട്ട് TB ഓൾറെഡി അമർജ്യോതി കോളേജിലുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജി പിന്നെ പർച്ചേസ് ചെയ്യാനോ ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെ കോൺടാക്ട് ചെയ്യണം? ഒന്നെങ്കിൽ ജസ്റ്റ് ഈ GB എന്നുള്ള ഓൾറെഡി അവർക്ക് തന്നെ ബ്രാൻഡിങ് ഉണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ അവരുടെ കമ്പനി ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് അമർജ്യോതി കോളേജിനെ ചെയ്താൽ മതി. കാരണം TB കോളേജ് തന്നെയാണ്. ഈ കസ്റ്റമേഴ്സിനെ എപ്പോഴും വേണ്ടതെന്നാണെന്ന് അറിയാം. ഡയറക്റ്റ് കോൺടാക്ട് ആണ് മൊബൈലിൽ. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഈ GB മാത്രമേ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് ഓൾറെഡി നമുക്ക് ഗൂഗിളിലും സെർച്ച് എഞ്ചിനിലൊക്കെ ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.